ശരി സുനിൽ, അത്തരത്തിലൊരു മൂന്നാം മുന്നണിക്കുള്ള സാധ്യത പോലും തുറന്നിടുന്നത് കോൺഗ്രസിന്റെ അതിവേഗത്തിലുള്ള ഈ ഒരു എടുത്തുചാട്ടമായിരുന്നില്ലേ? ശരിക്കും കുറച്ചുകൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട്, അതായത് MK സ്റ്റാലിനെ വിശ്വാസത്തിലെടുത്തുകൊണ്ട്, DMK കുറച്ചുകൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട്, ഇടത് കക്ഷികളോടുകൂടി സംസാരിച്ചുകൊണ്ട് ഒരു ആലോചനയ്ക്ക് ശേഷം ഇത്തരത്തിലൊരു തീരുമാനം എടുത്തിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇത്ര വലിയൊരു വിമർശനം ഏറ്റുവാങ്ങേണ്ടി വരില്ലായിരുന്നു അല്ലേ സുനിൽ? അതോടൊപ്പം തന്നെ ഈ മറ്റിപ്പോൾ SP അടക്കമുള്ള മറ്റ് കക്ഷികളോട് എന്ത് വിശദീകരിക്കും കോൺഗ്രസ് എന്നുള്ളതാണ്. കാരണം DMK ഉന്നയിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമല്ല. ഇന്നലെ വരെ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു, ഇന്നതാ ഒരു പുതിയ പാർട്ടി, 2 വർഷം മാത്രമായിട്ടുള്ള ഒരു പുതിയ പാർട്ടി ഒരു 108 സീറ്റ് നേടി അധികാരം പിടിക്കാൻ ശ്രമിക്കുമ്പോൾ ഇതാ ഒറ്റ ദിവസം കൊണ്ട് ഇറങ്ങി അപ്പുറത്തേക്ക് പോയിരിക്കുന്നു. ഇവരെ എങ്ങനെ വിശ്വസിക്കും? ഈ ചോദ്യം DMK ഉന്നയിച്ചാൽ, MK സ്റ്റാലിൻ ഉന്നയിച്ചാൽ കോൺഗ്രസ് എന്ത് മറുപടി പറയും സുനിൽ? വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ്. കോൺഗ്രസിന്റെ പല കാലത്തെയും അവസരവാദ രാഷ്ട്രീയ നിലപാടുകൾ വലിയ തോതിൽ ചർച്ചയായിട്ടുണ്ട്. നമുക്കറിയാം, ദില്ലിയിൽ കോൺഗ്രസിനെ പരാജയപ്പെടുത്തിയാണ് ആം ആദ്മി പാർട്ടി അധികാരത്തിലെത്തിയത്. 2013 അന്ന് ആം ആദ്മി പാർട്ടിക്ക് കേവല ഭൂരിപക്ഷം തേക്കാനായില്ല. കോൺഗ്രസിനെതിരെ അഴിമതി ആരോപണമുയർത്തി കോൺഗ്രസിനെ പരാജയപ്പെടുത്തി ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി വന്ന ആം ആദ്മി പാർട്ടിക്ക് പിന്നീട് സർക്കാർ രൂപീകരിക്കാൻ കോൺഗ്രസ് തന്നെ പിന്തുണ നൽകിയത് നമ്മൾ കണ്ടതാണ്. ആ സർക്കാർ അധികകാലം മുന്നോട്ട് പോയില്ല എങ്കിലും ആം ആദ്മി പാർട്ടിക്ക് കോൺഗ്രസ് പിന്തുണ നൽകി. അങ്ങനെ പല സംസ്ഥാനങ്ങളിലും വിരുദ്ധമായ, അതായത് ദേശീയ നയത്തിന്, ദേശീയ തലത്തിൽ സ്വീകരിക്കുന്ന നിലപാടുകൾക്ക് വിരുദ്ധമായിട്ടുള്ള രാഷ്ട്രീയ സമീപനം കോൺഗ്രസിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് കോൺഗ്രസിനെ എങ്ങനെ വിശ്വസിക്കും എന്നത് പല പാർട്ടികളും ഉയർത്തുന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം, അന്ന് TRS നേതാവായിരുന്ന ചന്ദ്രശേഖർ റാവു, മമതാ ബാനർജി, TMC നേതാവ് മമതാ ബാനർജി, ഇവരെല്ലാവരും ചേർന്നുകൊണ്ട് ദേശീയ തലത്തിൽ കോൺഗ്രസിനെ ഒഴിവാക്കിക്കൊണ്ട് മാറ്റി നിർത്തിക്കൊണ്ട് ഒരു മൂന്നാം മുന്നണി രൂപീകരിക്കുന്നതിന്റെ സാധ്യത വലിയ തോതിൽ ചർച്ച ചെയ്തിരുന്നു. കാരണം കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കിയാൽ ആ പാർട്ടികളൊക്കെ തന്നെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പരാജയപ്പെടുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് കോൺഗ്രസുമായി സഖ്യത്തിൽ മുന്നോട്ട് പോകാനാകില്ല. കോൺഗ്രസ് ഇല്ലാത്ത ഒരു പ്രതിപക്ഷ നിര ശക്തിപ്പെടുത്തുക, അങ്ങനെയായിരുന്നു വലിയൊരു നീക്കം 2019 കണ്ടത്. അതേസമയം 2024 കോൺഗ്രസ് 99 സീറ്റിലേക്ക് ലോക്സഭയിൽ ശക്തി തെളിയിച്ചതോടെയാണ് കോൺഗ്രസ് വീണ്ടും ഈ പ്രതിപക്ഷ നിരയുടെ നേതൃസ്ഥാനത്തേക്ക് വരുന്നത്. അവിടെയാണ് കോൺഗ്രസ് ഇപ്പോൾ ഈ തമിഴ്നാട്ടിലൊക്കെ തന്നെ അവസരവാദ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്നത്. അതേസമയം കോൺഗ്രസിന് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വിജയിക്കാൻ കഴിയാത്ത സാഹചര്യവുമുണ്ട്. ഏതായാലും നമുക്കറിയാം, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ ചെറു പാർട്ടികളുടെ പിന്തുണയില്ലാതെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലായാലും വിജയിക്കാനുള്ള ശേഷി സുനിൽ. ഇപ്പോൾ ഉത്തർപ്രദേശ് നോക്കി നിയമസഭയില്ലെങ്കിൽ ഒന്നും കഴിയില്ല ഉള്ളതുകൊണ്ടാണ് മറുപക്ഷത്തേക്ക് പോയി കൊടുക്കുന്ന ഈ 5 ജയിച്ചു വന്നത് പോലും തമിഴ്നാട്ടിൽ DMKയുടെ പിന്തുണ ഉള്ളതുകൊണ്ടാണ്. അതുപോലെ തന്നെ ബീഹാറിലെ കാര്യം എടുത്താൽ RJD ഇല്ലെങ്കിൽ അവിടെ കോൺഗ്രസ് ഇല്ല. എല്ലാ പ്രധാനപ്പെട്ട പ്രതിപക്ഷ നേതൃത്വം വഹിക്കുന്ന സംസ്ഥാനങ്ങളിലും കോൺഗ്രസിന്റെ നിലനിൽപ്പ് പ്രാദേശിക കക്ഷികളുടെ പിന്തുണ കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇനി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ, ഇനി മുന്നോട്ടുള്ള തെരഞ്ഞെടുപ്പുകളിൽ, മറ്റ് സംസ്ഥാനങ്ങളിൽ നേടിയെടുക്കാൻ ഉദ്ദേശിക്കുന്ന വലിയ വിജയത്തിൽ, സീറ്റ് എണ്ണത്തിലൊക്കെ കോൺഗ്രസ് വിയർക്കും. തീർച്ചയായും. നോക്കൂ, അടുത്ത വർഷം ഇനി ഒരുപാട് സംസ്ഥാനങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ പോവുകയാണ്. അന്ന് ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഉത്തർപ്രദേശിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ഗുജറാത്തിൽ, പഞ്ചാബിൽ, കോൺഗ്രസ് അധികാരത്തിലുള്ള ഹിമാചൽ പ്രദേശ് ഒക്കെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ പോവുകയാണ്. ഉത്തർപ്രദേശിൽ നമുക്കറിയാം, സമാജ്വാദി പാർട്ടിയുടെ പിന്തുണയില്ലാതെ കോൺഗ്രസിന്റെ തട്ടകമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന, അതായത് ഇന്ദിരാഗാന്ധി ഒക്കെ തന്നെ മത്സരിച്ച് വന്നിട്ടുള്ള, സോണിയാഗാന്ധി മത്സരിച്ച് വന്നിട്ടുള്ള അമേഠിയിലും റായ്ബറേലിയിലും ഒന്നും തന്നെ വിജയിക്കാൻ കഴിയാത്ത സാഹചര്യം കോൺഗ്രസിന് ഇപ്പോഴുമുണ്ട്. സമാജ്വാദി പാർട്ടിയുടെ പിന്തുണയുള്ളത് കൊണ്ട് മാത്രമാണ് ഇത്തവണ അമേഠിയിലും റായ്ബറേലിയിലും ലോക്സഭയിലേക്ക് കോൺഗ്രസിന് വിജയിക്കാൻ സാധിച്ചത്. അതാണ് കോൺഗ്രസിന്റെ ഒരു സാഹചര്യം എന്ന് പറയുന്നത്. ഇതാണ് മറ്റേത് ഹിന്ദി ബെൽറ്റിലുള്ള സംസ്ഥാനങ്ങൾ എടുത്താലും കോൺഗ്രസിന്റെ അവസ്ഥ. അപ്പോഴാണ് പ്രാദേശിക പാർട്ടികളെ വിശ്വാസത്തിലെടുക്കാതെ അവസരവാദ രാഷ്ട്രീയം കോൺഗ്രസ് സ്വീകരിക്കുന്നത് എന്ന വിമർശനം ശക്തമാകുന്നത്. ഏതായാലും DMK ഇപ്പോൾ തുടങ്ങി വെച്ചിരിക്കുന്ന ഈ കലാപം എന്ന് പറയുന്നത് നിസ്സാരമല്ല. അത് ഇപ്പോൾ ലോക്സഭയിൽ കോൺഗ്രസിനൊപ്പം ഇരിക്കുന്നില്ല എന്ന ഒരു രാഷ്ട്രീയ നിലപാട് മാത്രമല്ല, ഇതൊരു വലിയ കലാപം തന്നെയാണ്. അത് പ്രതിപക്ഷ നിരയിൽ ഉയരാൻ പോകുന്ന വലിയ കലാപം തന്നെയായിരിക്കും. കോൺഗ്രസിനെ മാറ്റി നിർത്തിക്കൊണ്ട്, കോൺഗ്രസിനെ വിശ്വാസത്തിലെടുക്കാതെ മറ്റ് പ്രതിപക്ഷ പാർട്ടികളെല്ലാം ചേർന്നുള്ള മറ്റൊരു പുതിയ സഖ്യം രൂപപ്പെട്ടു വരാനുള്ള സാധ്യതയിലേക്കാണ് ഇത് വഴി തുറക്കുന്നത്. ശരി, PR സുനിലാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. തമിഴ്നാട്ടിലെ കോൺഗ്രസ് നിലപാടിനെ ചൊല്ലിയാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിൽ തന്നെ കടുത്ത ഭിന്നതയും പൊട്ടിത്തെറിയും ഉണ്ടാവുന്നത്. കോൺഗ്രസിന്റെ നിലപാട്, അതായത് TVKക്ക്, വിജയ്ക്ക് പിന്തുണ കൊടുക്കാനുള്ള നിലപാടിൽ വലിയ പ്രതിഷേധം MK സ്റ്റാലിനും DMKയും അറിയിച്ചിരുന്നു. ഇപ്പോൾ അഖിലേഷ് യാദവിനും കടുത്ത അതൃപ്തിയുണ്ട്. പാർലമെന്റിൽ കോൺഗ്രസിനോട് ഒരു തരത്തിലും സഹകരിക്കില്ല എന്നുള്ളത് DMKക്ക് പിന്നാലെ ഇപ്പോൾ SP-യും കൂടി പറയുകയാണ്. അപ്പോൾ ഒരു മൂന്നാം മുന്നണി, കോൺഗ്രസിനെ കൂടി എതിർക്കുന്ന ഒരു മൂന്നാം മുന്നണിക്കുള്ള സാധ്യത പോലും വരും ദിവസങ്ങളിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉണ്ടാവുമോ എന്നുള്ളതാണ് ആകാംക്ഷ. കാത്തിരുന്ന് കാണേണ്ട കാര്യം.